നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞങ്ങൾക്കൊരു കാര്യം അറിയണം. എന്താ വല്യേച്ചി ഞങ്ങളോടൊപ്പം നാട്ടിലേക്ക് വരാത്തത്? ഞാൻ ഈ പാതിരാത്രി തന്നെ ഇവിടുന്ന് പോവാ. ഈ പാതിരാത്രിയിലോ? അതെ, തൃപ്പങ്ങോട്ട് നിന്ന് വണ്ടി വരും. എനിക്ക് പോണം. കൊടുത്ത വാക്കാണ്, പോയേ പറ്റൂ. ഇല്ല, ചേച്ചി തനിച്ചു പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ദേ ആരതി, ഉറക്കെ സംസാരിച്ചൊരു സീനുണ്ടാക്കരുത്. എനിക്ക് പോയേ പറ്റൂ. തൃപ്പങ്ങോട്ട് തറവാട്ടിലെ മൂത്ത പെൺകുട്ടി ചെയ്യേണ്ട കർമ്മങ്ങളാ അവിടെ കാത്തിരിക്കുന്നത്. പക്ഷേ അയാള് വരൂ അവിടെ, ആ മേഘനാഥൻ. എനിക്ക് ഉറപ്പാ അവിടെ ആ ശ്രീമൂല സ്ഥാനത്ത് കയറും മുമ്പ് തന്നെ ചേച്ചി അയാൾ ഉപദ്രവിക്കും. അച്ചട്ടാ അത്. ആയിക്കോട്ടെ, മരിക്കാനും തയ്യാറായിട്ടാ ഞാൻ പോകുന്നത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാനതിന് തയ്യാറെടുത്തു കഴിഞ്ഞതാ. ഒരു കാര്യം മാത്രം നിങ്ങൾ എനിക്ക് ഉറപ്പു തരണം. അപ്പുറത്ത് നമ്മുടെ അച്ചൂട്ടൻ ഉറങ്ങുന്നുണ്ട്. അവന് ഒരിക്കലും ഒരാപത്തും വരരുത്. സുഭദ്രാമ്മ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. എന്റെ ഈശ്വര, എന്തൊക്കെയാ പറയുന്നേ? ചേച്ചിക്ക് പകരമാവോ ഞങ്ങള്? അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു തോന്നുന്നുണ്ടോ? എന്റെ നിയോഗമാ മോളെ ഇത്. അതുപോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും വല്യേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാണ്. ആര് പറഞ്ഞു ഇത്? മേഘനാഥൻ അവിടെ ചേച്ചിയുടെ വരവും കാത്തിരിക്കുവാണെന്ന് അറിയാഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അതിന് അയാള് തൃപ്പങ്ങോട്ടില്ലല്ലോ, അയാൾ ഇവിടെയല്ലേ. മേഘനാഥൻ തൃപ്പങ്ങോട്ടില്ല, ഇവിടെയാണുള്ളതെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? പറ കുഞ്ഞോളെ, നിനക്ക് ഇത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിനർത്ഥം മേഘനാഥൻ ഇവിടെ എവിടെയുണ്ടെന്ന് നിനക്കറിയാം. പറയൂ, നീ കണ്ടിട്ടുണ്ടോ അയാളെ? കണ്ടു. കാണാൻ മാത്രമല്ല സംസാരിക്കുകയും ചെയ്തു. ആദ്യം ഞാനും കുഞ്ഞേച്ചിയും കൂടെയാ കണ്ടത്. വല്യേച്ചിയെ ഭയപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാ അന്ന് പറയാതിരുന്നത്. അത് കുറെ മുന്നേ അല്ലേ? അതുകൊണ്ട് മാത്രം അയാൾ എവിടെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. പറ്റും. അയാളെ ഞാൻ പിന്നെയും കണ്ടു. ഞാൻ മാത്രമല്ല, ഹരിയേട്ടനും പ്രസാദേട്ടനും, എന്തിന് അച്ചു പോലും അയാളെ കാണുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ. നീ എന്തൊക്കെയായി പറയുന്നേ? അച്ചു മേഘനാഥന്റെ മകനാണ്. അതറിയാവുന്ന അയാള് അച്ചുവിനെ തിരികെ അയക്കോ? അച്ചൂട്ടനെ അയാൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാ. ഒരു പ്രസാദിന്റെയും ഒരു അഞ്ജലിയുടെയും മകൻ മാത്രമാ അയാൾക്ക് അച്യുതെന്ന കുട്ടി. അച്ചുവിന് അയാൾ നാഥനങ്ങളും. നാഥൻ സാറോ? യെസ്. അയാൾ വെറും നാഥനല്ല, മേഘനാഥനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.